ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകാൻ നിൽക്കലാണ്. എടുത്തേക്ക് പോകുന്നു. വീടിൻ്റെ അടുത്തൊരു തുരുത്തുണ്ട്, നമ്മളങ്ങോട്ട് പോകാൻ നിൽക്കലാണ്. നല്ല മഴ വരുന്നുണ്ട്. ഒന്നിക്കുന്ന മഴയത്താവും, എല്ലാം പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും. മിക്കവാറും മഴയത്താവും. ഇന്ന് നല്ല മഴ വരുന്നുണ്ട്. വീടിന് ഏകദേശം ഒരു കാമണിക്കൂർ അരമണിക്കൂർ അങ്ങാറ്റേ ഉള്ളൂ. വൈകുന്നേരം ആയതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാവും. വേഗം പോയാൽ നമുക്ക് വേഗം എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെയാണ് ഇങ്ങോട്ടേക്ക്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോവാൻ നിൽக்கலாம். അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് ഇതിലൂട്ടാ. അപ്പൊ പോവാം. അപ്പൊ ഗൈസ്, നല്ല നൈസ് വ്യൂ ആണ്, അടിപൊളിയാണ്. ഇവിടുന്ന് ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അടുത്തൊന്നല്ല. സ്ഥലം കണ്ടേരെ ഓനും വന്നിട്ടുണ്ട്. അത് മിഞ്ഞാന്ന് പോയ പോലെ. ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടത്തേക്ക് വന്നില്ല, ഞാൻ അപ്പുറം വന്നില്ല. ഈ ഒരു ഏരിയയിൽ ഫുൾ ഫോട്ടോഷൂട്ട് എല്ലാം ഉണ്ടാവും. എവിടെ വന്നേച്ചാൽ ഇതിന്റെ അപ്പുറം മറ്റേ ഒരു പാർക്ക് പോലെ ഇല്ലേ, ആടെ വന്നിന്. ഇവിടത്തേക്ക് വന്നില്ല. അടിപൊളി വ്യൂ ആണ്. ഫ്രണ്ട്സെല്ലാം കൂട്ടി വരാൻ പറ്റിയ സ്ഥലം. ഇവിടെ വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല ഒന്നല്ലേ, അങ്ങോട്ടേക്ക് മറ്റേ മുഴപ്പിലങ്ങടെ പോലെ വണ്ടി അവിടെ വെച്ചിട്ട് തന്നെ വേറെ. ആൾക്കാരെല്ലാം കുറച്ചേ ഉള്ളൂ, ആളെല്ലാം കുറവാണ്. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഷോപ്പും കാര്യമൊന്നുമില്ല അങ്ങനെ അധികം. ഫുഡും കാര്യമൊന്നും കിട്ടണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് ദൂരെ തന്നെ പോകേണ്ടി വരും. ഇവിടെ അടുത്തങ്ങനെ തട്ടുകട ഫുഡ് അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ അടുത്തൊന്നും ഇല്ല. എടാ, ഇവിടെ ഇപ്പൊ നമ്മള് വണ്ടി വെച്ചടിക്കൊന്നുമില്ലല്ലോ. ഇതിപ്പോ ഇങ്ങനെ അപ്പുറം കിടക്കുക. എവിടുന്ന് ഫോട്ടോ എടുക്കണ്ടേ? ഇവരെ കുറച്ച് ഫോട്ടോ അങ്ങനെ എടുക്കാണ്ടിരുന്നു. മുഴപ്പിലങ്ങാടി പോലെ അത്രപ്പാട് നടക്കാനൊന്നുമില്ല അല്ലെ. അങ്ങോട്ട് പോയാലോ? ആടെയല്ലേ നല്ല ഇത് കാണുന്നത്. ആടെ പോയാ പാറേന്റെ ആട് നല്ല അടിപൊളി വ്യൂ ആ. അങ്ങോട്ടേക്ക് പോവാ. ഒന്നിക്ക് വെള്ളത്തിലുണ്ടാവും, പ്രശ്നമൊന്നുമില്ല. മിക്കവാറും വെള്ളത്തിൽ കുഴപ്പമില്ല. നിങ്ങൾ പോവാൻ നിൽക്കണ്ട കേട്ടാ, മിക്കവാറും വെള്ളത്തിലാവും. ചെറുങ്ങനെ സ്ലിപ്പായാൽ തന്നെ അപ്പാട് പോവും. ഗൈസ്, ഇവിടുന്ന് ഭയങ്കരമായ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കലാണ്. ഗൈസ്, വെള്ളത്തിന്റെ ഇത് കൂടിക്കൂടി വരുന്നുണ്ട്, തിരമാല കൂടിക്കൂടി വരുന്നുണ്ട്. പകുതി നനഞ്ഞ്, ഫുള്ള് നനഞ്ഞ്. ഇത് നല്ലോണം അടിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഫുള്ള് നനയോ. അടിപൊളി. അങ്ങനെ വലിയ എടുത്ത പോലെ തന്നെ കൊണ്ടുപോട്ടാ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ, വീട്ടിലെത്തുമ്പോക്കില് പഞ്ചുനെ കാണുന്നില്ല പറയും. സംഭവം അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഫുട്ബോള് കളിക്കാൻ പിള്ളേരായിട്ടുണ്ട്. ഫുട്ബോളും കളിക്കാൻ വൈകുന്നേരം ആകുമ്പോ എല്ലാരും ഇറങ്ങി. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കിയാലോ? ഇതിന്റെ അപ്പുറം പോവാൻ പറ്റുമോ എന്നല്ലേ? ഇതിന്റെ അപ്പുറത്തേക്ക് അവിടെ പോകാൻ പറ്റുമോ? അടിപൊളിയാണ്. പക്ഷെ അവിടത്തേക്ക് പോകാൻ പറ്റില്ലോ. വൈകുന്നേരം ഇവിടെ വന്നിരിക്കാൻ നല്ല വൈബാ. ഇവിടെ അടുത്ത് വീട്ടിലുള്ള ആൾക്കാർക്ക് സുഖമായിരിക്കും. വൈകുന്നേരം ഒരു ചായ ഫ്ലാസ്കിലേക്ക് ചായ എല്ലാം ഈ കൊണ്ടിട്ട് സുഖമായിട്ട് ഇവിടെ ഇരുന്ന് കുടിക്കാം. നല്ല വൈബായിരിക്കും. ഇവിടെ നേരത്തെ ചൂണ്ടയെല്ലാം എടുത്തിട്ട് ആരല്ലോ മീനെല്ലാം പിടിച്ചിട്ട് പോകാണ്ട്. അവിടെ പോകാൻ പറ്റുന്ന അടിപൊളിയായിരിക്കും. ഏത് ഈ ഫിലിമെല്ലാം കാണുന്നില്ല, ഇംഗ്ലീഷ് ഫിലിമെല്ലാം കാണുന്ന പോലത്തെ സ്ഥലം. അവിടെ പോയ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊന്നും പോവാൻ ചാൻസ് ഇല്ല അല്ലേ. അതിൻ്റെ ഉള്ളിൽ വേറെ കാര്യമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഉള്ളിൽ കാട് മാത്രമേ ഉണ്ടാവും മിക്കവാറും. എല്ലാരും ഫോട്ടോഷൂട്ടിനാണ്. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതിനൊന്നും അറിയാം മറ്റേ ഇങ്ങനത്തെ എല്ലാം കോർത്തിട്ട് മറ്റേ സാധനമാക്കുന്നതിന്. ഇതെല്ലാം കുറെ ഉണ്ട്, അടിപൊളി സാധനം. നല്ല അടിപൊളി ഫ്രെയിമാ ഇവിടെ. ഓക്കെ, അടിപൊളി ഫ്രെയിമാ ഫോട്ടോ എടുക്കാൻ പറ്റിയ. ഇവിടെ നല്ല ആൾക്കാരുടെ നല്ല ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും. ഈവനിങ് ആകുമ്പോൾ നല്ല സെറ്റ് വൈബാണ് ഇവിടെ. ഇതിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, പക്ഷെ നടന്നിടന്നപ്പുറത്തേക്ക് പോവാം. പക്ഷെ ആൾക്കാരങ്ങനെ പോകാൻ നിൽക്കൂല, കുറച്ച് ഡേഞ്ചറാണ് അങ്ങോട്ടേക്ക് പോകാൻ. ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഫുള്ളായിട്ടുണ്ട്. കൊള്ളാതാ, ഇതിന്റെ ഉള്ളിലുണ്ട് ഗൈസ്. പിന്നെ ജീവൻ ഉണ്ടാവോ? അപ്പൊ ഒട്ടിച്ച് നോക്കിയാ അറിയാം. രാത്രിക്ക് പോവുകയും ചെയ്യും.
ഇതങ്ങ് എടുത്തോ, വീട്ടിലെത്തിയിട്ട് നോക്കാം നമുക്ക്. അക്യൂർ ഇടാൻ പറ്റുമോ? അക്യൂർ ഇല്ലല്ലോ അല്ലേ ഇപ്പൊ. അടിപൊളി. ബുള്ളറ്റ് ഉപ്പോളം തട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും നടക്കാൻ പറ്റൂല. മുഴപ്പിലങ്ങാടും പോയാൽ ഞാൻ വണ്ടി വെള്ളത്തിലിറക്കില്ലല്ലോ. ഉപ്പോളം തട്ടിയ സീനാ. ഇവന് വണ്ടിക്ക് അപ്പൊ നമുക്ക് അതുപോലെ ഡ്രസ്സും. ഓ അങ്ങനെ. വണ്ടി തന്നെ ആയാലും കുഴപ്പമില്ലല്ലോ. വണ്ടി ആയാൽ കുഴപ്പമുണ്ട്. വണ്ടി അതെ. അതൊക്കെ നമ്മ ഇവിടെ നിൽക്കും, തിരിച്ചു പോവും. കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. ഉപ്പിലിട്ടില്ല. വേറെന്നുണ്ട് നല്ല രസമുണ്ട്. എനിക്ക് ഉപ്പിലിട്ട് കൈതച്ചക്ക മാങ്ങയെല്ലാം ഉണ്ട് ആടാ. ഓക്കെ, ഉപ്പിലിട്ടതില്ല. വേറെ പറ. ചോക്ലേറ്റ്. അത് തീരെയില്ല. രണ്ടും ഇല്ലെങ്കിൽ എന്തെന്നാണ്. ചായ വാങ്ങിത്തരാം. വേണ്ട, ചായ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ചായ കുടിച്ചോ. എനിക്ക് ഉപ്പിലിട്ട ചായ കുടിക്കുമ്പോ നല്ല പൈനാപ്പിൾ ഇല്ലേ, പിന്നെ ഉപ്പിലിട്ട നല്ല മാങ്ങയൊന്നും വേണ്ട. ഉപ്പിലിട്ട കഴിക്കറുന്നത് ഞാൻ എവിടെയോ കണ്ടു വീഡിയോയില്. അധികം കഴിക്കറുന്നത്, അതുകൊണ്ട് നീ അധികം കഴിക്കുന്നുണ്ടാവും. അധികമൊന്നുമില്ല, ഞാനിപ്പോ കഴിക്കലൊന്നുമില്ല. നീ കഴിക്കലുണ്ട്, വീട്ടിൽ നിന്നെല്ലാം നല്ലോണം കഴിക്കുന്നില്ലേ? നിന്റെ പരം വന്നിട്ട് നീ വാങ്ങി തരുന്ന വേറെ, വീട്ടിലുള്ളത് വേറെ. ഓ അങ്ങനെയാ. അപ്പൊ രണ്ട് കഴിക്കുന്നത് ഞാനല്ലേ? അതോ അത് ഞാൻ തന്നെ, പക്ഷെ ഡിഫറെന്റ് ടേസ്റ്റ്. വീട്ടിൽ നിൽക്കുന്ന നീ വാങ്ങി തരുന്ന വേറെ ടേസ്റ്റ്, വീട്ടിലുള്ള വേറെ ടേസ്റ്റ് അല്ലേ? അല്ലേ ഗൈസ്? ചായ കുടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് നമ്മള്. ഇവിടെ ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പഞ്ചാരമുക്ക് തട്ടുകട. എന്താ പേര്? പഞ്ചാരമുക്ക് തട്ടുകട. ഓക്കെ, പഞ്ചാരമുക്ക് തട്ടുകടയിൽ എത്തിയിട്ടുണ്ട് നമ്മള്. അപ്പൊ അങ്ങോട്ട് കേടാൻ നോക്കണം. വണ്ടി വരുന്നുണ്ട്, നോക്കണേ. അപ്പൊ ഗൈസ്, നമ്മളവിടെ നിന്ന് ചാവടിച്ച് ഇറങ്ങി. ഇപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ബീച്ചിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളേ. പാറപ്പുറം പാലം. എന്താ പേര്? പാറപ്പുറം പാലം. പാറപ്പുറം പാലത്തമ്മിലുള്ള ഇവിടെ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് നോക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.